ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര സംഭവം. ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാഞ്ചേട്ടനുണ്ട്. ഇപ്പൊ പൈസ കിട്ടിക്കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ആ പൈസ കൊണ്ട് എന്തൊക്കെ കാണിക്കണം നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. പൈസ കൂടിപ്പോയാലും പ്രശ്നം. അള്ളാഹു കാത്തിരിശിക്കും മറവട്ടെ, ഈമാൻ നൽകും മറവട്ടെ. മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് ഉണ്ട് അല്ലെ, മലബാർ ഗോൾഡ് എന്നൊരു ഗോൾഡ് ഉണ്ട്. അതിന്റെ ഒരു വലിയൊരു മുതലാളിണ്ട്, ഫൈസൽ എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്. പൈസ കൂടിപ്പോയതാ പ്രശ്നം. ആ ചങ്ങാതി ആ പൈസ കൊടുത്തിട്ട് ലോകത്തെ ഒരു വലിയ വീട് പണിതുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിൽ പൈസ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഓരോ സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും കൊണ്ടുവന്നു. ഇനി മറ്റേ ഇടക്ക് ഇച്ചിരി തേങ്ങ ഇടുന്ന പോലെ കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടവരാ. അതിൻ്റെ അത് 2 പെൺകുട്ടികൾ വന്നിരുന്നു, ആദില നൂറ എന്ന് പറയുന്ന 2 ലെസ്ബിയൻ കപ്പിൾസ് നമ്മളൊക്കെ കണ്ടവരാ. ആ 2 പേരും ഒന്ന് ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ആ 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യണേ. ആദില നൂറ എന്ന് പറയുന്ന 2 പേര് ഇസ്ലാം പറയാത്ത കാര്യങ്ങളാണ് ചെയ്യണേ. അതിനോടൊപ്പം മാതാപിതാക്കളെ വെറുപ്പിച്ച്, മാതാപിതാക്കളെ ധിക്കരിച്ച്, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ 2 പേരാണ് ആരെന്ന് പറയണേ, ആദില നൂറ എന്ന് പറയണേ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ആ 2 പേരാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചായിട്ട് എന്ത് ചെയ്തേ, ഈ വീട് ഉദ്ഘാടനത്തിന് ഈ 2 പേരെ കൊണ്ടുവന്ന് വലിയ സംഭവമൊക്കെ ആക്കി. അവസാനം എല്ലാവരും എതിർത്തപ്പോ ആ 2 പെണ്ണുങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട് അവസാനം പിന്നെ ആൾക്കാർ എതിർത്തപ്പോ ആ പോസ്റ്റ് മുക്കിട്ട ചങ്ങാതി അള്ളാഹു കാത്തിരിശിക്കും മറവട്ടെ, അല്ലാഹു നൽകും. ഒരു പവിത്രമാക്ക വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോ ഞാൻ പറയാ, പവിത്രമായ വീട് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ടുവരുന്നു. അതിനോടൊപ്പം ഉസ്താദ്മാരെയും കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊരു വലിയ കട തുടങ്ങുമ്പോ ഉസ്താദ്മാരെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ദ്വാരപ്പിക്കല്. സുബൈക്ക് കൊണ്ടുവന്നിട്ട് ഉസ്താദിനോട് ഒരു ഉസ്താദ് ദ്വാരക്കണം, ഉസ്താദ് ഭയങ്കര അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണ റഹ്മാനെ, ലാഭം കൊടുക്കണ റഹ്മാനെ, സന്തോഷം കൊടുക്കണ റഹ്മാനെ. 10 മണിയാകുമ്പോൾ ചെണ്ടമേളയും കണ്ട് വേറെ ഏതെങ്കിലും സിനിമാ നടനും വന്ന് ഉദ്ഘാടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കടലിലേക്ക് ഒരു ബോട്ട് ഇറക്കാൻ പോവാ. നിങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട സാധു ഹത്തീബ് ഉസ്താദ് സുബൈക്ക് വന്നിട്ട് വള്ളം തള്ളും താഴ്ത്തിറക്കി തന്നിട്ട് ദ്വാരക്കണം. ഈ സാധുവായ ഉസ്താദ് നൽഫാത്തും യാസീനും ബദ്രിയത്തും എല്ലാം ഇതിന്റെ ഉസ്താദ് ദ്വാരക്കും. 11 മണിയാകുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആരാ പോവാ? ഈ നാട്ടിൽ ഏതെങ്കിലും സിനിമാ നടനാ പോയിട്ട് കാര്യമുണ്ടോ പെങ്ങന്മാരെ? ഇല്ല. അല്ലാഹു കാത്തിരിശിക്കും മറവട്ടെ, ഈമാൻ നൽകുമാർ. വലിയ വീടൊക്കെ പണിതു, ഒരു കുറച്ച് ഉസ്താദ്മാരെയും കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ പുറമെ കുറെ സിനിമാ നടന്മാരെ ഹറാമാകുന്ന ജോലി എന്നിവരെ കൊണ്ടുവന്ന് അതിലിട്ടാൽ ആ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തുണ്ടോ? ഇല്ല. മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതാ പറയണേ, മാതാപിതാക്കളുടെ പൊരുത്തമുള്ള എങ്ങനെ മരിക്കുന്ന ഈമാനോടെ മരിക്കുന്ന. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ നേരത്തെ ചോദിച്ചു, വാപ്പമാരും മരിച്ചവരുണ്ടോ? എത്രയോ പേര് കൈവക്കി. ഉമ്മമാര് മരിച്ചവരുണ്ടോ? എത്രയോ പേര് കൈവക്കി. ഞാൻ നിങ്ങളോട് പറയാ, വാപ്പായും ഉമ്മായും മരിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ ആ വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരപ്പ് സിയാറത്തിന് എത്ര പേര് നമ്മുടെ കൂട്ടത്തിയുണ്ട്? ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾ രാവിലെ പോയാൽ വൈകിട്ടായിരിക്കും കടലിൽ നിന്ന് വരുന്നത്. ആയിക്കോട്ടെ, എല്ലാ ദിവസവും വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരെ ഒരു യാസീനെങ്കിലും ഓതുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിയുണ്ട്? ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഉമ്മമാരെ, ഹൈലോ നിഫാസോ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉമ്മമാർക്ക് ഓതാൻ പറ്റുന്ന സമയം, വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരെ ഈ ഒരു ഫാത്തിഹ യാസീൻ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഓതിയവരെല്ലാ ദിവസവും ഓതിയവരുണ്ടെങ്കിൽ കൽബറിനുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അല്ലാഹു നീ കബൂലാക്ക റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ.